നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മൾ സിനിമയിൽ കാണുന്ന ചില നിസ്സാര സീനുകൾക്കിടയിൽ നമ്മൾ അറിയാത്ത പല ഷൂട്ടിംഗ് സ്റ്റോറീസും ഉണ്ട്. തുടരും സിനിമയിൽ നമ്മൾ ഫൈറ്റ് സീൻ തന്നെ നോക്കിയാൽ തുടരും സിനിമയിലെ ഫൈറ്റ് സീൻ അല്പം കൂടി റിയലിസ്റ്റിക് ആയിരുന്നു. തുടരും സിനിമയുടെ സെയിം സ്റ്റണ്ട് ഡയറക്ടറാണ് എമ്പുരാൻ സിനിമയുടേത്. സ്റ്റണ്ട് സിൽവ. പക്ഷെ എമ്പുരാൻ സിനിമയിൽ ക്ലൈമാക്സ് ഫൈറ്റ് എല്ലാം നമുക്കറിയാം നമ്മൾ നോർമലി കാണുന്ന ആ ഒരു സ്റ്റൈലാണ്. എന്നാൽ തുടരും അടക്കം ഇപ്പോൾ ഇറങ്ങുന്ന പല സിനിമകളിലും നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാൾ അല്പം കൂടി റിയലിസ്റ്റിക് ആയിട്ട് എമ്പുരാൻ സിനിമയുടെ കാര്യം നോക്കിയാൽ നമുക്കറിയാം ഒരു സ്റ്റൈലിഷ് മേക്കിംഗ് ആണ്. ഇതുകൊണ്ട് തന്നെ ഫൈറ്റ് സീനുകളിലും അല്പം മാസ് മസാല എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിനിമകളിൽ കൂടുതലായി റോപ്പ് ടെക്നിക്ക് യൂസ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ഇമ്പാക്ട് കിട്ടാൻ വേണ്ടിയാണ്. തെലുങ്ക് സിനിമയിലാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഇതില്ലാതെ അവർക്ക് പറ്റില്ല. റോപ്പ് ഓവറായി യൂസ് ചെയ്താൽ റിയലിസ്റ്റിക് അല്പം കുറവായിരിക്കുമെങ്കിലും ഒരു മാസ് മസാല പടത്തിന് ഈ ഒരു ടെക്നിക്ക് മാറ്റാവാറുണ്ട്. മാത്രവുമല്ല റോപ്പ് യൂസ് ചെയ്താൽ നടന്മാർക്ക് അല്പം കൂടി കംഫർട്ടബിൾ ആണ്. മാത്രവുമല്ല പരിക്കുകൾ പറ്റാനുള്ള ചാൻസ് ഒരു അല്പം കുറവാണ്. ഇതെന്തുകൊണ്ടെന്നാൽ നായകന്റെ ഇടി കൊള്ളാൻ വരുന്ന ആളുകൾ ഓൾറെഡി മാർഷൽ ആർട്സ് പഠിച്ചവരായിരിക്കും. ഇടി കൊള്ളുമ്പോൾ തന്നെ അവർ വീഴുന്നതായി ആക്ഷൻ കാണിക്കുന്നു. എങ്ങനെ വീഴണം, ഏത് സ്റ്റൈലിൽ വീഴണമെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഒരേ ടീം തന്നെ പല സിനിമകളിൽ വർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ ടൈമും ലാഭിക്കുക, അതായത് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്, അതായത് നായകൻ, വില്ലൻ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന് മെയിൻ ആയി ട്രെയിൻ ചെയ്താൽ മതി. തെറിച്ചു പോകുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ട്രെയിനിങ് വേണം, ഒരു ബേസിക് ട്രെയിനിങ് മതി. അവർക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന ചെറിയ രീതിയിലെങ്കിലും റിയലിസ്റ്റിക് ആയ ഫൈറ്റുകൾ അല്പം റിസ്ക് ആണ്. മാത്രവുമല്ല ഇങ്ങനെയുള്ള ഫൈറ്റുകൾ ഷൂട്ട് ചെയ്യാൻ നല്ല ടൈമും വേണം. നടന്മാരുടെയും ഫൈറ്റ് കോറിയോഗ്രാഫറിന്റെയും നല്ലൊരു എഫേർട്ടും വേണം. ക്ലൈമാക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്തിരിക്കുന്നത് ഈ ഫൈറ്റ്സ് ഡിസൈൻ ചെയ്യാൻ. ഇടിക്കുന്ന നായകൻ, വില്ലൻ, ഇടി കൊള്ളുന്ന ആളുകൾ, തെറിച്ചു പോകുന്ന ആളുകൾ, അങ്ങനെ ആരൊക്കെ ഇടിക്കുന്നുണ്ടോ, അങ്ങനെ ആരൊക്കെ ഫൈറ്റ് സീനിലുണ്ടോ അവരെല്ലാം ട്രൈ ചെയ്യണം. ഇതിന് നല്ല ടൈം വേണം. മാത്രവുമല്ല നായകനെ മെയിനായി മാർഷൽ ആർട്സ് പഠിപ്പിക്കും. ലാലേട്ടന്റെ കാര്യം നോക്കിയാൽ ലാലേട്ടൻ ഓൾറെഡി കളരി പഠിച്ചിട്ടും ഗുസ്തി ചാമ്പ്യനായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നായകന് പ്രത്യേകം കളരി ട്രെയിനിങ് കൊടുക്കും. ഇനി മാർഷൽ ആർട്സ് പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഒരു ഉദാഹരണം, ജോൺ വിക്ക് സിനിമ നമുക്കറിയാം, വലിയൊരു ആക്ടർ സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നായകനായ കിയാനോ റീവ്സ് താൻ പഠിച്ച മാർഷൽ ആർട്സ് പോരാതെ ഒന്നിലധികം പുതിയ മാർഷൽ ആർട്സ് പഠിക്കേണ്ടി വരും. എന്തിനാണ് ഇത്ര ടൈം കളയുന്നതെന്നാൽ നായകൻ നോർമൽ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ അല്പം കൂടി റിയലിസ്റ്റിക് ആയിരിക്കും മാർഷൽ ആർട്സ് പഠിച്ച് ഫൈറ്റ് ചെയ്യുന്നത്. തുടരും സിനിമയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നായകൻ ക്യാരക്ടർ ഒരു പാവമായ നോർമൽ വ്യക്തിയാണ്. ഇതൊരു മാസ് മസാല സിനിമയല്ല, ഒരു സീരിയസ് സിനിമയാണ്. അപ്പോൾ നായകൻ ക്യാരക്ടർ പെട്ടെന്ന് ഒരു ഫൈറ്റ് ചെയ്താൽ ആളുകൾക്ക് അത്ര റിയാലിറ്റി തോന്നി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടറിന് ഇതുപോലെ ഫൈറ്റ് ചെയ്യാൻ കഴിയും എന്ന് തോന്നിപ്പിക്കണമെങ്കിൽ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് വേണം. തുടരും സിനിമയുടെ തുടക്കം മുതലേ കാണിക്കുന്നത് നായകൻ ക്യാരക്ടർ പാസ്റ്റിലെ ഒരു സ്റ്റണ്ട് മാൻ ആയിരുന്നു എന്ന്. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയായാൽ ഓരോ ഫൈറ്റിനും നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാവും, റിയാലിറ്റിയും തോന്നും. റിയലിസ്റ്റിക് ഫൈറ്റുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ടൈമിങ്ങും വേണം. ടൈമിങ് തെറ്റിയാൽ നല്ല ഇഞ്ചുറീസ് പറ്റും. ചൈനീസ് സിനിമകളിൽ ചില ടൈമിൽ ടൈമിങ് തെറ്റി നടന്മാർ തമ്മിൽ ഒറിജിനൽ ഐഡിയ ആവുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചൈനീസ് സിനിമകളിൽ നമുക്കറിയാം എല്ലാവരും കുങ്ഫു ആയിരിക്കും. പിച്ചക്കാരനെ തല്ലിയാൽ വരെ തിരിച്ച് കുങ്ഫു ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഓൾറെഡി കുങ്ഫു അല്പം സ്പീഡാണ്. ഇതിന്റെ ഇടയിൽ ടൈമിങ് തെറ്റി റിയലിസ്റ്റിക് ആയി ഇടിച്ചാൽ തന്നെ ഡയറക്ടറിന് ഇവർ അഭിനയിക്കുകയാണോ ഒറിജിനലായി ഇടിയായോ എന്ന് മനസ്സിലായി വരാനും ടൈം എടുക്കും. ഇനി സിനിമകളിൽ ഫൈറ്റ് സീനിൽ റിയലിസ്റ്റിക് കൂടിയാലും അതും പ്രശ്നമാണ്, ആളുകൾക്ക് ഡിസ്റ്റർബിങ് ആവും. അതുകൊണ്ട് തന്നെ ഹോളിവുഡ് സിനിമയിലാണെങ്കിലും എത്ര റിയലിസ്റ്റിക് ഫൈറ്റ് ആണെങ്കിലും ഒരു സിനിമാറ്റിക് ടച്ചിന്റെ കാര്യം അവർ എപ്പോഴും ശ്രദ്ധിക്കും. എങ്കിൽ മാത്രമേ ആളുകൾക്ക് ആ ഒരു ഫൈറ്റ് ഇഷ്ടപ്പെടുകയുള്ളൂ. ഇനി നമുക്ക് കാർ സീനുകൾ നോക്കാം. പണ്ട് മുതലേ സിനിമകളിൽ കാർ സീൻ ഷൂട്ട് ചെയ്യാൻ പല ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. കാർ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഏത് സിനിമയിലാണെങ്കിലും സേഫ്റ്റിയാണ് ഫസ്റ്റ്. ഇതുകൊണ്ട് തന്നെ സെറ്റ് ഇട്ട് ഷൂട്ട് ചെയ്യാറുണ്ട്. തുടരും സിനിമയിലെ ചേസിംഗ് സീൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഇതുപോലെ ചില സിനിമകളിൽ നമ്മൾ കാണാത്ത ചില പരിപാടികളും, അതായത് ഫ്രണ്ട് കാണിക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നടന്നായിരിക്കും, എന്നാൽ ബാക്കിയുള്ള ഷോട്ടുകളിൽ എക്സ്പേർട്ടായ ഒരു സ്റ്റണ്ട് ഡ്രൈവർ ആയിരിക്കും വണ്ടി ഓടിക്കും. ഇതുപോലെ ഹോളിവുഡ് സിനിമകളിൽ കാറിന്റെ മേലേലിരുന്ന് സ്റ്റണ്ട് ഡ്രൈവർ വണ്ടി ഓടിക്കും. സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചില പ്രത്യേക കാറാണ്. കാറിന്റെ കൺട്രോൾസ് മുഴുവനും മുകളിലായിരിക്കും. ക്യാമറ അവിടെ വെക്കും എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ക്യാമറ വെക്കാൻ പല വഴികളുണ്ട്. സൈഡിൽ മൗണ്ട് ചെയ്ത് വെക്കുക. ഫ്രണ്ടിലെ ഷോട്ട് വേണമെങ്കിൽ ക്യാമറ ഫ്രണ്ടിൽ വരണം. അപ്പോൾ ചെയ്യുന്നത് മറ്റൊരു വണ്ടിയുമായി നടന്റെ വണ്ടിയെ കണക്ട് ചെയ്യും. ആ ഒരു വണ്ടിയുടെ പുറകിലായി ക്യാമറയും ഉണ്ടാവും. നടൻ ഈസിയായി അഭിനയിക്കുകയും
ഇരിക്കുകയും ചെയ്യുക. വണ്ടി ഓടിക്കുകയും വേണം. സ്റ്റിയറിംഗ് തിരിക്കുന്നതായി ജസ്റ്റ് ആക്ഷൻ കാണിച്ചാലും മതി. നല്ല സേഫുമാണ്. ചില സിനിമകളിൽ ക്യാമറയുമായി മറ്റൊരു വണ്ടി ഫ്രണ്ടിൽ പോകും. നിലവിൽ നമ്മുടെ മലയാള സിനിമയിൽ നമ്മൾ ആദ്യം പറഞ്ഞ ക്യാമറ മൗണ്ട് ചെയ്തു മറ്റൊരു വണ്ടി അറ്റാച്ച് ചെയ്തുമാണ് കാർ സീനുകൾ ഷൂട്ട് ചെയ്യുന്നത്. പവർഫുൾ ആയി മൗണ്ട് ചെയ്താൽ കാർ എത്ര കട്ടറിൽ ചാടിയാലും ക്യാമറ ഒരിക്കലും ഷേക്ക് ആവില്ല. ഇതുപോലെ കാർ ആക്സിഡന്റ് ആവുന്ന സീനുകളും ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നാൽ ഇതിന് പല വഴികളുണ്ട്. ഭൂരിഭാഗം ലോ ബഡ്ജറ്റ് സിനിമയിലും യഥാർത്ഥത്തിൽ കാർ ഇടിക്കാറില്ല. നല്ല സ്പീഡിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് കാർ സ്റ്റോപ്പ് ചെയ്യും. സൗണ്ട് എഫക്ട്സും VFX കൂടിയാവുമ്പോൾ കാർ ഇടിച്ചു എന്ന് നമ്മൾ കരുതും. ഇങ്ങനെയാണ് ഭൂരിഭാഗം സിനിമയും. ഇനി അല്പം ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിൽ യഥാർത്ഥ കാറുകൾ യൂസ് ചെയ്യും. പഴയ കാറുകൾ സെലക്ട് ചെയ്തു അതിനെ അല്പം മോഡിഫൈ ചെയ്തു പുതിയ രീതിയിലാകും. ചെറിയ തട്ടലാണെങ്കിൽ റിയൽ ആയി തന്നെ ഷൂട്ട് ചെയ്യും. ഇടി കൊള്ളുന്ന വണ്ടിയുടെ പാർട്സ് എല്ലാം വളരെ ലൂസാക്കി വെക്കും. ഇനി കാർ തെറിച്ചു പോകണമെങ്കിൽ ഇവിടെ റോപ്പ് യൂസ് ചെയ്യാറുണ്ട്. റോപ്പ് യൂസ് ചെയ്താൽ നല്ല ഹൈറ്റിൽ കാർ ചാടിക്കാനും എയറിൽ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനും കഴിയും. ഇനി ചില സിനിമകളിൽ റിയാലിറ്റിക്ക് വേണ്ടി ഡ്രൈവർ ഇല്ലാതെ യഥാർത്ഥത്തിൽ കാർ ക്രാഷ് ആക്കാറുണ്ട്. ഇതുപോലെ മറ്റൊരു രീതിയാണ് മിനിയേച്ചർ യൂസ് ചെയ്യുന്നത്. സിനിമയുടെ ആർട്ട് ഡയറക്ടർ എങ്ങനെയാണോ സീൻ വേണ്ടത്, എവിടെ വെച്ചാണോ വേണ്ടത്, അത് മൊത്തത്തിൽ മിനിയേച്ചർ ഉണ്ടാക്കും. കാറും ഉണ്ടാക്കും. അതിനോടൊപ്പം തന്നെ ആ ഒരു ലൊക്കേഷനും മിനിയേച്ചറായി റീക്രിയേറ്റ് ചെയ്യും. വളരെ റിയലിസ്റ്റിക് ആയിരിക്കും. സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഡ്യൂവൽ എന്ന സിനിമയിൽ ഒരു കാര്യവുമില്ലാതെ ഒരു ട്രക്കുകാരൻ നായകനെ കൊല്ലാൻ വരും. ക്ലൈമാക്സിൽ ട്രക്കിന്റെ ഫ്രണ്ടിലേക്ക് കാർ വിട്ട് നായകൻ വണ്ടിയിൽ നിന്ന് ചാടും. കാറും ട്രക്കും ജാമായി ട്രക്കുകാരൻ കൊക്കയെ പോയി. ഈ ഒരു കൊക്കയിൽ വീഴുന്ന സീൻ യഥാർത്ഥത്തിൽ മിനിയേച്ചർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. ആദ്യം ട്രക്കിന്റെ ഒരു ടോയ് ഉണ്ടാക്കി, കാറിന്റെയും ഉണ്ടാക്കി, ശേഷം ബാക്ക്ഗ്രൗണ്ട്. ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയി നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യും. ശേഷം ട്രക്ക് ഇടിക്കുന്ന സീൻ നോർമലി കാണുമ്പോൾ ഒരു കളിപ്പാട്ടം താഴെ വീഴുന്നു. എന്നാൽ CGI കൂടി ആഡ് ചെയ്താൽ ഈ ഒരു സീൻ വളരെ റിയലിസ്റ്റിക് ആവും. ഇതുപോലെ വിജയണ്ണന്റെ ഗോട്ട് സിനിമയിൽ ഒരു ട്രെയിൻ ബ്ലാസ്റ്റ് സീനുണ്ട്. ഈ ഒരു സീനിന് വേണ്ടി നമുക്കറിയാം യഥാർത്ഥ ട്രെയിൻ യൂസ് ചെയ്യാൻ കഴിയില്ല. മാത്രവുമല്ല വലിയൊരു ട്രെയിൻ മോഡൽ ഉണ്ടാക്കി അത് ബ്ലാസ്റ്റ് ചെയ്താൽ വലിയൊരു ചെലവ് വരും. ഇതുകൊണ്ട് തന്നെ ട്രെയിനിന്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി ശേഷം ഈ ഒരു മിനിയേച്ചറാണ് ബ്ലാസ്റ്റ് ചെയ്തത്. CGI കൂടി ആവുമ്പോൾ നല്ല റിയലിസ്റ്റിക് ആവും. ഇതുപോലെ ഭഗവത് കേസരി എന്ന സിനിമയിൽ ബാലയ്യ ട്രക്ക് ചാടിക്കുന്ന ഒരു സീനുണ്ട്. ഈ ഒരു ട്രക്കും മിനിയേച്ചറാണ്. യഥാർത്ഥത്തിൽ ബാലയ്യെ ഒരു ഗ്രീൻ സ്ക്രീൻ സ്റ്റുഡിയോയിൽ നിർത്തി ഷൂട്ട് ചെയ്തു ഈ ഒരു ട്രക്കിലേക്ക് ആഡ് ചെയ്തതാണ്.